ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ഫേസ് ടാഗുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്നും തുടർന്ന് ഫേസ് ടാഗിൽ ഒത്തിരി ടാഗുകൾ വരുന്നുണ്ട്. ഏതാണ്ട് 2 ടാഗുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇന്ന് അതിൽ നിന്നും തുടർന്ന് വരുന്ന കുറച്ച് ടാഗുകളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 3 ടാഗുകളെ കുറിച്ചാണ്. ഒന്നാമത്തെ ടാഗ് സ്ട്രോങ്, രണ്ടാമത്തെ ടാഗ് എംഫസൈസ്, മൂന്നാമത്തെ ടാഗ് ഡെഫിനിഷൻ. ഈ 3 ടാഗുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെബ് പേജ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്ട്രോങ് എന്ന ടാഗിനെ കുറിച്ചാണ്. ഞാനിവിടെ മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ച പാരഗ്രാഫിലേക്ക് നമ്മൾ സ്ട്രോങ് എന്നൊരു ഭാഗം ഞാനിവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് സ്ട്രോങ് ആയിട്ട് നമ്മൾ മാറ്റാൻ പോകുന്ന ഹെൽപ്പ് കീപ് യുവർ ഡോക്യുമെന്റ് എന്ന ഭാഗമാണ്. ഓക്കെ, ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോൾഡർ ഞാനിവിടെ ഓപ്പൺ ചെയ്യണു. എന്നിട്ട് അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെബ് പേജ് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിവിടെ നമ്മൾ ആ സ്ട്രോങ് എന്ന ഭാഗം കൊടുത്തത്, അതായത് ഇത്രയും ഭാഗത്തിനാണ് നമ്മൾ സ്ട്രോങ് എന്ന ടാഗ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും ഭാഗം നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ബോൾഡായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോൾഡ് എന്ന ടാഗിന്റെ അതേ ഉപയോഗങ്ങൾ തന്നെയാണ് സ്ട്രോങ് എന്ന ടാഗിനും വരുന്നത്. നമുക്ക് ബോൾഡ് എന്ന ടാഗ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ബോൾഡിന് പകരം വെക്കാവുന്ന ഒരു ടാഗാണ് നമ്മളിവിടെ ഇന്ന് സംസാരിച്ച സ്ട്രോങ് എന്ന ടാഗ്. ഓക്കെ, അടുത്തൊരു ടാഗിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് എംഫസൈസ് എന്ന ടാഗിനെ കുറിച്ചാണ്. ഓക്കെ, ഈ എംഫസൈസ് ടാഗ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ സ്ട്രോങ് എന്ന ഭാഗത്ത് നമ്മൾ എന്ന ടാഗാണ് ഞാൻ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നേരത്തെ അതേ കൊടുത്ത് ഞാൻ ടെക്സ്റ്റ് എന്ന ടാഗാണ് ഹെൽപ്പ് കീപ് യുവർ ഡോക്യുമെന്റ് എന്ന സെക്ഷന്റെ ഭാഗത്തായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ പേജ് നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ പേജ് നേരത്തെ ബോൾഡാണ് ഇവിടെ കാണിച്ചു തന്നിരുന്നെങ്കിൽ ഇത്രയും ഭാഗം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു ഇറ്റാലിക്, അതായത് കുറച്ച് ചെരിഞ്ഞാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സ്ട്രോങ് എന്ന അതേ ഉപയോഗങ്ങൾ, അതായത് ഡോക്യുമെന്റിൽ നിന്ന് ഒരു പ്രത്യേക ഭാഗം മാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഉപയോഗിക്കാം. അതേ രൂപത്തിൽ തന്നെ ചെയ്യാവുന്ന ഇറ്റാലിക് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ടാഗാണ് അല്ലെങ്കിൽ എംഫസൈസ് ടാഗ്. ഓക്കെ, ഫാസ്റ്റ് ടാഗിൽ വരുന്ന മറ്റൊരു ടാഗാണ് എന്ന ടാഗ്. ഓക്കെ, നമുക്ക് പല സാഹചര്യങ്ങളിലും ഇറ്റാലിക് എന്ന ടാഗിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേ ഉപയോഗങ്ങളും അതേ കാര്യങ്ങളും ചെയ്യുന്ന രൂപത്തിൽ തന്നെ ചെയ്തു കൊടുക്കാവുന്ന ഒരു ടാഗാണ് എംഫസൈസ് എന്ന ടാഗ്. അടുത്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നതാണ് ഡെഫിനിഷൻ ടാഗ്. ഓക്കെ, ഇത് ഉപയോഗിച്ച് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡിഫ് എന്നാണ് ഡെഫിനിഷൻ ടാഗിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ടാഗായിട്ട് വരുന്നത്. ഓക്കെ, ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഈ പേജും ഞാൻ ഒന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ കൊടുത്ത ഭാഗം മറ്റു ടെക്സ്റ്റ് അല്ലെങ്കിൽ ബോൾഡിൽ നിന്നും നമുക്കതൊരു പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അതായത് നമ്മൾ കൊടുത്തതിന് ഒരു പ്രത്യേക ഡെഫിനിഷനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നൊരു പ്രത്യേകമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ എന്ന ടാഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് 3 ടാഗുകളെ കുറിച്ചാണ്. ഫേസ് ടാഗിൽ വരുന്ന 3 ടാഗുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒന്നാമത്തേത് സ്ട്രോങ് എന്ന ടാഗ്, രണ്ടാമത്തേത് എംഫസൈസ് എന്ന ടാഗ്, മൂന്നാമത്തേത് ഡെഫിനിഷൻ എന്ന ടാഗ്. സ്ട്രോങ് എന്ന ടാഗിന് നമ്മൾ മുമ്പ് പഠിച്ച ബോൾഡ് എന്ന ടാഗിന്റെ അതേ എല്ലാ ഗുണങ്ങളും കൂടിച്ചേരുന്ന ഒരു ടാഗാണ് സ്ട്രോങ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച ഇറ്റാലിക് എന്ന ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതേ എല്ലാം കാര്യങ്ങളും അല്ലെങ്കിൽ ഫോർമാറ്റും ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാവുന്ന ഒരു ടാഗാണ് എംഫസൈസ് ടാഗ്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഡെഫിനിഷൻ എന്ന ടാഗാണ്. ഡെഫിനിഷൻ എന്ന ടാഗ് ഉപയോഗിക്കുന്നത് നമുക്കൊരു പ്രത്യേക സ്ഥലത്ത് ഡോക്യുമെന്റിൽ നിന്നൊരു പ്രത്യേക വേർഡോ അല്ലെങ്കിൽ സെന്റൻസോ നമുക്ക് ഒരു ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് മറ്റു ഫോണ്ടുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഇതിനുണ്ട് എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് ഡെഫിനിഷൻ ടാഗ്. ഡെഫിനിഷൻ ടാഗ് നമ്മൾ ഈ രൂപത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. DEF എന്ന് എഴുതിയതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്
എന്താണോ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. അതേപോലെ സ്ട്രോങ് എന്ന ടാഗിന് സ്ട്രോങ് എന്ന ടാഗ് നമ്മൾ വെബ് പേജിൽ ഉപയോഗിക്കാൻ സ്ട്രോങ് എന്ന ടാഗ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്ത് നമുക്ക് അത് എവിടെ വെച്ചിട്ടാണോ അവസാനിപ്പിക്കേണ്ടത് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതേപോലെ തന്നെ നമുക്ക് എംഫസൈസ് എന്ന ടാഗിന് EM എന്ന ടാഗാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുത്ത് നമുക്കത് ഡോക്യുമെന്റിൽ ഉപയോഗിക്കാം. അപ്പോൾ പാസ് ടാഗിലെ ഈ 3 ടാഗുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.